നമസ്കാരം. ഇന്ത്യയുടെ പ്രതിരോധ ചരിത്രത്തിൽ ഒരു നിർണായക വഴിത്തിരിവാണ് 114 റഫാൽ യുദ്ധവിമാനങ്ങൾ വാങ്ങാനുള്ള തീരുമാനം. 3.25 ലക്ഷം കോടി രൂപയുടെ ഈ വൻ പ്രതിരോധ കരാർ വെറും ആയുധം വാങ്ങൽ മാത്രമല്ല, ഇന്ത്യയുടെ സൈനിക ആത്മവിശ്വാസത്തിന്റെയും ആഗോള സ്ഥാനം ഉറപ്പിക്കുന്ന രാഷ്ട്രീയ ദൃഢനിശ്ചയത്തിന്റെയും പ്രഖ്യാപനം കൂടിയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ സ്വീകരിച്ച ഈ തീരുമാനം രാജ്യത്തിന്റെ സുരക്ഷയിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്ന ശക്തമായ സന്ദേശമാണ് ലോകത്തിന് നൽകുന്നത്. അതിർത്തികൾക്കപ്പുറത്തുള്ള ശത്രുക്കൾക്കും പ്രത്യേകിച്ച് പാകിസ്ഥാനും ഈ സന്ദേശം കൃത്യമായി ലഭിച്ചിട്ടുണ്ട്. ഇന്ത്യ 3.25 ലക്ഷം കോടി രൂപയ്ക്ക് 114 റഫാൽ യുദ്ധവിമാനങ്ങൾ വാങ്ങുമ്പോൾ പാകിസ്ഥാൻ ഭീതിയോടെ പരക്കം പായുകയാണ്. റഫാലിന്റെ ചൂടറിഞ്ഞ പാകിസ്ഥാൻ പുതിയ ചൈനയുടെ യുദ്ധവിമാനങ്ങൾക്കായി കെഞ്ചുകയാണ്. കാരണം നൽകാൻ പാകിസ്ഥാന്റെ കാലിയായ ഖജനാവിൽ ഇനി പണമില്ല. ചൈനയാകട്ടെ പിന്നെ പണം തന്നാൽ മതി എന്ന നിലപാടിലുമാണ്. കാരണം പലപ്പോഴും ചൈനയുടേത് പൊട്ടാത്ത പടക്കമാണെന്ന് ഓപ്പറേഷൻ സിന്ദൂർ തെളിയിച്ചിരുന്നു. റഫാലിനെ എതിർക്കാൻ ചൈനയുടെ J-10C എന്ന യുദ്ധവിമാനമാണ് പാകിസ്ഥാൻ തേടുന്നത്. പക്ഷേ റഫാലിനെ പോലെ ആകാശത്ത് ശത്രു വിമാനങ്ങൾക്കും മിസൈലുകൾക്കും പിടികൊടുക്കാതെ എതിർ ക്യാമ്പുകളിൽ അഗ്നി പടർത്താൻ ചൈനയുടെ J-10Cക്ക് ആവില്ല. ബാലാക്കോട്ട് വ്യോമാക്രമണത്തിനു ശേഷം റഫാലിന്റെ ശക്തി പാകിസ്ഥാൻ നേരിട്ട് അനുഭവിച്ച രാജ്യമാണ്. അന്ന് ഇന്ത്യൻ വ്യോമസേന പ്രകടിപ്പിച്ച സാങ്കേതിക മികവും കൃത്യതയും പാകിസ്ഥാന്റെ പ്രതിരോധ അവകാശവാദങ്ങളെ തകർത്ത് തരിപ്പണമാക്കി. അതിനുശേഷം റഫാൽ എന്ന പേര് തന്നെ പാകിസ്ഥാനിൽ ഭീതിയുടെ പര്യായമായി മാറി. ഇപ്പോൾ ഇന്ത്യ 114 പുതിയ റഫാൽ യുദ്ധവിമാനങ്ങൾ കൂടി സ്വന്തമാക്കുമ്പോൾ ആ ഭീതി 10 മടങ്ങ് വർദ്ധിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് പാകിസ്ഥാൻ സ്വന്തം കഴിവുകളിൽ വിശ്വാസം നഷ്ടപ്പെട്ട് ചൈനയുടെ വാതിലുകൾ തേടി നെട്ടോട്ടം ഓടുന്നത്. ഇന്ത്യയുടെ നീക്കം ആക്രമണോത്സുകതയല്ല, മറിച്ച് പ്രതിരോധ സജ്ജതയാണ്. മോദി സർക്കാർ ആവർത്തിച്ച് വ്യക്തമാക്കിയതുപോലെ ഇന്ത്യ യുദ്ധം ആഗ്രഹിക്കുന്ന രാജ്യമല്ല. പക്ഷേ യുദ്ധം ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ അതിന് ശക്തമായ മറുപടി നൽകാൻ ഇന്ത്യ ഇന്ന് സജ്ജമാണ്. റഫാൽ പോലുള്ള ആധുനിക യുദ്ധവിമാനങ്ങൾ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് നൽകുന്ന സാങ്കേതിക മേൽക്കൈ രാജ്യത്തിന്റെ അതിർത്തികളെ സുരക്ഷിതമാക്കുന്നതിനോടൊപ്പം ശത്രുക്കളുടെ ധൈര്യം തകർക്കുന്ന മാനസിക സമ്മർദ്ദവും സൃഷ്ടിക്കുന്നു. പാകിസ്ഥാന്റെ ആശങ്കയ്ക്ക് പിന്നിലെ യാഥാർത്ഥ്യം ഇതാണ്. ഇന്ത്യ ഇന്നൊരു പുതിയ പ്രതിരോധ യുഗത്തിലേക്ക് കടന്നിരിക്കുന്നു. മോദിയുടെ ദൃഢ നേതൃത്വവും ശക്തമായ ഇന്ത്യ എന്ന ദർശനവും ചേർന്നപ്പോൾ രാജ്യത്തിന്റെ സുരക്ഷ ഇനി വാക്കുകളിൽ മാത്രമല്ല, ആകാശത്ത് പറക്കുന്ന ശക്തമായ യാഥാർത്ഥ്യമായി കൂടി മാറുകയാണ്. റഫാൽ കരാർ അതിന്റെ ഏറ്റവും തെളിഞ്ഞ ഉദാഹരണമാണ്. പാകിസ്ഥാന്റെ 9 ഭീകര പരിശീലന കേന്ദ്രങ്ങളിൽ നാശം വിതച്ചത് റഫാലിൽ നിന്നുള്ള റാംപേജ് മിസൈലുകളാണ്. കണിശതയോടെ മിസൈലുകളെ അയക്കാനുള്ള റഫാലിന്റെ കഴിവ് അത് അപാരമാണ്. ഇപ്പോൾ അസീം മുനീർ തന്നെ നേരിട്ട് ചൈനയുമായി ചർച്ചകൾ നടത്തുകയാണ്. ഏകദേശം 60 J-10C വാങ്ങാനാണ് പാകിസ്ഥാന്റെ ശ്രമം. റഫാലുകൾ ഒറ്റയ്ക്കല്ല പോവുക, കൂട്ടമായാണ്. ഈ റഫാലുകൾ ഇന്ത്യയുടെ റഡാറുകളുടെയും സാറ്റലൈറ്റുകളുടെയും വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെയും പൂർണ്ണ നിയന്ത്രണത്തിലായതിനാൽ ഈ റഫാലുകളെ നിർവീര്യമാക്കാൻ ചൈനയ്ക്ക് എളുപ്പമല്ല. J-10Cയെ തള്ളിക്കളയാൻ ഇന്ത്യ തയ്യാറല്ല. ഇന്ത്യ അവയുടെ സോഫ്റ്റ്വെയറുകളും മറ്റും പഠിച്ചു വരികയാണെന്നാണ് പറയുന്നത്. പാകിസ്ഥാൻ ഈ തീരുമാനത്തെ ഭീതിയോടെയും അസ്വസ്ഥതയോടെയും കാണുന്നത് അത്ഭുതകരമല്ല. സ്വന്തം പ്രതിരോധ സംവിധാനം ദുർബലമാണെന്ന യാഥാർത്ഥ്യം അവർക്ക് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ ചൈനയിൽ നിന്ന് പുതിയ യുദ്ധവിമാനങ്ങൾ നേടാൻ അവർ യാചിക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിച്ചത്. എന്നാൽ ഇറക്കുമതി ആയുധങ്ങളിൽ ആശ്രയിച്ച് നിലനിൽക്കുന്ന പാകിസ്ഥാന്റെ ഈ സമീപനം ഇന്ത്യയുടെ സ്വയം പര്യാപ്തതയിലേക്കുള്ള മുന്നേറ്റവുമായി താരതമ്യം ചെയ്യുമ്പോൾ അവരുടെ തന്ത്രപരമായ ദൗർബല്യം മാത്രമാണ് വെളിപ്പെടുത്തുന്നത്. റഫാൽ ഇന്ത്യക്ക് നൽകുന്നത് വെറും ആകാശാധിപത്യമല്ല, അതൊരു രാഷ്ട്രീയ സൈനിക സന്ദേശമാണ്. ഇന്ത്യയെ പരീക്ഷിക്കാൻ ഇനി ആർക്കും ധൈര്യമുണ്ടാകില്ല. മോദി സർക്കാരിന്റെ സീറോ ടോളറൻസ് ടു ടെററിസം നയവും ശക്തമായ പ്രതിരോധ നിക്ഷേപങ്ങളും ചേർന്നപ്പോൾ പാകിസ്ഥാനെ പോലുള്ള രാജ്യങ്ങൾ അവരുടെ ശത്രുതാപരമായ നീക്കങ്ങൾ പുനർചിന്തനത്തിന് നിർബന്ധിതരാകും. ഇതാണ് യഥാർത്ഥ തന്ത്രപരമായ വിജയം. ഇന്ത്യയുടെ പ്രതിരോധ ശക്തി വർദ്ധിക്കുന്നത് ഏഷ്യയിലെ ശക്തി സമത്വം തന്നെ പുനർനിർവചിക്കുന്ന ഘട്ടത്തിലേക്കാണ് നയിക്കുന്നത്. റഫാൽ കരാർ ഇന്ത്യയുടെ സൈനിക ആത്മവിശ്വാസത്തിന്റെ പ്രതീകമായി മാറുമ്പോൾ പാകിസ്ഥാന്റെ പരിഭ്രാന്തി അവരുടെ പരാജയത്തിന്റെ തുറന്ന സമ്മതമാണ്. ശക്തമായ നേതൃത്വം, ദീർഘദർശനം, രാജ്യസുരക്ഷയ്ക്ക് മുൻഗണന, ഈ 3 ഘടകങ്ങളും ഒരുമിച്ചുള്ളപ്പോൾ ഇന്ത്യ ഇന്ന് അജയ്യമായ പ്രതിരോധ കവചം ധരിച്ചിരിക്കുന്നു. റഫാൽ യുദ്ധവിമാനങ്ങൾ ഇന്ത്യയുടെ ആകാശത്ത് ഉയരുന്ന ഓരോ നിമിഷവും അത് മോദിയുടെ ദൃഢ നേതൃത്വത്തിന്റെയും ശക്തമായ ഇന്ത്യയുടെ പ്രഖ്യാപനത്തിന്റെയും ഗർജനമായിരിക്കും.